എമ്പുരാൻ വലിയ ചർച്ചയാണ് ഇപ്പോൾ. മാധ്യമങ്ങൾ മുഴുവൻ എമ്പുരാനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. RSSന്റെ മുഖപത്രം ഓർഗനൈസർ 2 തവണയാണ് പൃഥ്വിരാജിനെതിരെ മുഖപത്രത്തിൽ ലേഖനം വന്നത്. പൃഥ്വിരാജ് രാജ്യവിരുദ്ധനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലേഖനങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പൃഥ്വിരാജിന് പിഴച്ചത് എവിടെയാണ്? അല്ല, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച തലച്ചോർ, കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച തലച്ചോറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രമാത്രം കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത മറ്റൊരു സിനിമ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്? ഇല്ല. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാണ് നിരന്തരം. അതായത് കേരളം മുഴുവനും എമ്പുരാനിൽ മുങ്ങി. അങ്ങനെ മുക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാണാതെ നമ്മളിത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ശരിയാണ്, ഈ സിനിമയ്ക്കകത്ത് ഗുജറാത്ത് കലാപം ചർച്ച ചെയ്തു. സിനിമ വരുന്നതിന് മുമ്പ് ഒരിക്കലും ഗുജറാത്ത് കലാപം അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് എന്ന് ആരും തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. പകരം ലൂസിഫറിൻ്റെ 2ാം ഭാഗമാണ് വരുന്നത് എന്ന നിലയ്ക്ക്, ഒരു പൊളിറ്റിക്കൽ സിനിമ എന്ന നിലയ്ക്ക് ഇതിനെ കാണാനായിട്ടാണ് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സിനിമ വന്ന സമയത്ത് പെട്ടെന്ന് സംഘപരിവാർ സംഘങ്ങൾ അതിനെ കയറി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അറ്റാക്ക് ചെയ്യുകയും ഇത് ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള സിനിമയാണ് എന്നും അതിനാൽ തന്നെ ദേശവിരുദ്ധമാണ് എന്ന രീതിയിലുമാണ് വ്യാഖ്യാനങ്ങൾ പോവുകയും RSS അതിൻ്റെ മുഖപത്രത്തിൽ ഓർഗനൈസറിൽ 2 വട്ടം ഈ സിനിമയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തു. അപ്പോൾ സിനിമ നിർമ്മാതാക്കളും അഭിനേതാക്കളും സംവിധായകരും ചെയ്തൊരു കാര്യം എന്താണ്? ഇതിനകത്ത് വിവാദപരമായി ഉള്ള സീനുകൾ ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് മുറിച്ചു മാറ്റാം. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ അനുയായികളായിട്ടുള്ള മോഹൻലാൽ ഫാൻസ്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. അങ്ങനെ ആ സിനിമയ്ക്കകത്ത് വിവാദപരമെന്ന് പരാമർശിക്കപ്പെട്ട എല്ലാ രംഗങ്ങളും കട്ട് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുന്നു. ആ തീരുമാനം അവർക്ക് വീണ്ടും മാർക്കറ്റിംഗ് വിജയമുണ്ടാക്കി കൊടുക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ സിനിമ പിടിച്ചിരിക്കുന്ന പൃഥ്വിരാജിനോ അതല്ലെങ്കിൽ മോഹൻലാലിനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പണമിറക്കിയ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന മുതലാളിക്കോ ഒരു രാഷ്ട്രീയവുമില്ല. അവർക്കൊരു രാഷ്ട്രീയമുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, അത് പണത്തിൻ്റെ രാഷ്ട്രീയമാണ്. അവർ മുതൽ മുടക്കിയിരിക്കുന്ന പണം തിരിച്ചു കിട്ടണം. ഇരട്ടിയായോ 3 ഇരട്ടിയായിട്ടോ 4 ഇരട്ടിയായിട്ടോ അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. എവിടെയാണ് മുറിക്കേണ്ടത് പറയൂ എന്ന് പറഞ്ഞ് മുറിക്കാനായിട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് അവർക്ക് പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ പുറത്ത് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ചെയ്യുന്നത്. സംഘപരിവാർ സംഘങ്ങൾ ഒരു വശത്ത്, അവർക്കെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളും മറുവശത്തുമായി നിന്ന് ഇതിനെക്കുറിച്ച് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കഥയുമില്ല. ഒന്ന്, ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ സിനിമറ്റോഗ്രാഫിയെക്കുറിച്ച്, അതേപോലെ തന്നെ അതിലോരോ നടന്മാരുടെ സാന്നിധ്യം, അഭിനയം, അതേപോലെ തന്നെ അതിൻ്റെ സാങ്കേതികവിദ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. സിനിമ കണ്ട പല ആളുകളുമായി ഞാൻ സംസാരിച്ച സമയത്ത് പല ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായമാണ്. ചില ചെറുപ്പക്കാർക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമായി, ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല. പക്ഷെ അവരാരും ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് വെച്ചിട്ടല്ല ഇഷ്ടമായതും ഇഷ്ടമാകാത്തതും. സിനിമ വളരെ കുറച്ച് മാത്രം കാണുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവർക്ക് മാത്രമാണ് ഇത് വലിയ ചർച്ചയായി മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സിനിമക്കാരല്ല ശരിക്കും പറഞ്ഞാൽ. സിനിമക്കകത്ത് രാഷ്ട്രീയം വരുന്ന സമയത്ത് ആ രാഷ്ട്രീയത്തിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് കരുതി അതിനോട് പ്രതികരിക്കുന്നതായിട്ടുള്ള വലിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. പിന്നെ സോഷ്യൽ മീഡിയയിലും വലിയ തോതിൽ ചർച്ച വന്നു. ആ ചർച്ചയെല്ലാം ഇത് ആദ്യം ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണ്, അതേപോലെ തന്നെ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പാവഭാരവും BJPയിൽ അതേപോലെ നരേന്ദ്രമോദിയിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്ന ഒരു വായനയാണ് ആദ്യം നമ്മൾ കണ്ടത്. ആ വായന കഴിഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് നിർമ്മാതാവും അതേപോലെ അഭിനേതാക്കളും സംവിധായകനൊക്കെ പ്രതികരിക്കുന്ന രീതി, മോഹൻലാൽ പ്രതികരിച്ച രീതിയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവരത് ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ഈ വിമർശനം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറാവുകയാണ്. ഇപ്പോൾ എല്ലാവരും പ്രധാന കുറ്റവാളി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചിരിക്കുന്ന ആരെയാണ്? പൃഥ്വിരാജിനെ. അദ്ദേഹത്തെ.
പൃഥ്വിരാജ്. അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ അമ്മ നമ്മളോട് പറയുന്നതാണ്, ഇത് ശരിയല്ല, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോനെ ഒറ്റ കൊടുക്കാൻ നടക്കുന്നത് ശരിയല്ല. അല്ല അവൻ ഒറ്റയ്ക്കല്ല സിനിമ എടുത്തിരിക്കുന്നത്, കാരണം അവൻ ഈ സിനിമയുടെ അല്ല സ്ക്രിപ്റ്റ്. നിങ്ങൾ എന്റെ മകനെ കുറിച്ച് മാത്രം പറയരുത്, മോഹൻലാലിനെ കുറിച്ചും കൂടി പറയണോ എന്നാണ് മല്ലിക പറയാതെ പറയുന്നത്. അല്ല, മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല എല്ലാവരെ കുറിച്ചും. കാരണം എന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ അല്ല. സിനിമ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് പ്രോസസ്സാണ്. ആ ഗ്രൂപ്പ് പ്രോസസ്സിൽ വരുന്ന ആളുകൾ എല്ലാവരും പങ്കാളികളാണ്. പലപ്പോഴും അഭിനേതാക്കൾ മാത്രം ചിലപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷേ മോഹൻലാലിന് കൃത്യമായിട്ട് അറിയാൻ പാടുണ്ടാവും, പൃഥ്വിരാജിനെ അറിയാൻ പാടുണ്ടാവും, ഗോകുലം ഗോപാലിനും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് വെറുതെ കാശ് പറക്കി കൊടുക്കാൻ ഇരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് ഇത് ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അറിയാം ഇതിന് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്, പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ അവർ തീരുമാനിച്ച് അതിനനുസരിച്ച് അവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെയുള്ള ഈ കലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കൊരു പൊളിറ്റിക്കൽ ഐഡിയ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കലയെ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്താണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വന്നാൽ അവർ അതിനുവേണ്ടിയാണ് നിലനിന്നിരുന്നെങ്കിൽ അവരത് പിൻവലിക്കാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അവർക്ക് അതിൻ്റെ ഒരു വിഷയമൊന്നുമില്ല, പിൻവലിക്കുന്നതിൽ പ്രശ്നമില്ല. കാരണം അവർ അവസാനം പ്രൊജക്റ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പ്രസൻറ്റേഷൻ എന്ന നിലയ്ക്കല്ല. RSS വിലയിരുത്തുന്നതിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാനതിനെ കണക്കാക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് നല്ല കച്ചവടം നടത്തണം, ആ കച്ചവടത്തിനെ പറ്റിയ സംഭവമായിട്ടാണ് ഇവരതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് RSS എതിർത്ത് ഉടനെ മാറ്റി. പക്ഷെ മാഷെ ഇതില് ഒരു വില്ലനെ കാണിക്കാനാണ് ഈ ഗുജറാത്ത് കലാപം കൊണ്ടുവന്നതെന്നാണ് കണ്ടവർ പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഈ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ വിമർശനമേറ്റ ഒരു സംഭവമാണ് ഈ ഗുജറാത്ത് കലാപം. നരാധമൻ, നരഭോജി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മോദി ഏറ്റുവാങ്ങിയ ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഈ ഒരു സംഭവം കാണിക്കാതെ തന്നെ വേണമെങ്കിൽ ആ വില്ലനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ ചെയ്യാം. എന്തിനാണ് ഇവർ ഗുജറാത്ത് കലാപം തന്നെ ഇങ്ങനെ വെട്ടി ഇതിൻ്റെ അകത്ത് കയറ്റിയത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാനിതിനെ കണക്കാക്കുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ, അതായത് സംഘപരിവാറിനെ തൊടുമ്പോൾ പണം കൊയ്ത് വാരാമെന്നുള്ള ഒരു ചിന്ത അങ്ങനെയാണോ? ഇപ്പോൾ അവർ ചെയ്തത് എന്താണ്? അങ്ങനെ ചെയ്തു. അപ്പോൾ പരിവാറിനെതിരായ ആളുകൾ മുഴുവൻ അത് എന്ത് ചെയ്തു കണ്ടു. രണ്ടാമത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെട്ടി കഷ്ണമൊക്കെ മാറ്റി പുതിയ രീതിയിൽ സാധനം അവതരിപ്പിച്ച സംഘപരിവാർ കക്ഷികൾ മുഴുവൻ കയറിക്കണ്ട്. ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഇതിക്കും ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഇല്ലാത്തതായിട്ടുള്ള ഒരു മാറ്റമാണിത്. അപ്പോൾ അതിനകത്ത് അവരത്ര ചെയ്യുന്നുള്ളൂ, അവർക്ക് അതിൽ കൂടുതൽ താല്പര്യം അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് RSS സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരത് മാറ്റാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ ഇത് വലിയൊരു പൊളിറ്റിക്കൽ സംഘർഷത്തിൻ്റെ, രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭൂമികയായിട്ട് മാറുമായിരുന്നു. അപ്പം അതില്ല, 2 ദിവസം കഴിഞ്ഞാൽ എമ്പുരാനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവസാനിക്കും. പുതിയ പതിപ്പ് സിനിമാ തിയേറ്ററിൽ വന്ന് അതൊക്കെ കണ്ട് ആളുകൾ ആഘോഷമായിട്ട് തിരിച്ചു പോകും, വിഷയങ്ങൾ അവസാനിക്കും. അവർക്ക് കൃത്യമായിട്ട് പറയാം ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് RSS പറഞ്ഞു, അല്ലെങ്കിൽ സംഘപരിവാർ പറഞ്ഞു, ഞങ്ങൾ മാറ്റി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കും മറ്റുമൊക്കെയാണ് പ്രശ്നങ്ങൾ. അതെ, നിങ്ങൾ മോദിയെ ഭയപ്പെടുന്നു, നിങ്ങൾ ഷായെ ഭയപ്പെടുന്നു, പേടിത്തൊണ്ടന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കാം. അതല്ലാണ്ട് എന്താണ് ഇതിനെ സംഭവിക്കുന്നത്? സത്യത്തിൽ ജനങ്ങളിങ്ങനെ നിരന്തരമായിട്ട് കളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, എല്ലാവരും, ഒരു സംഘമല്ല, എല്ലാവരും കൂടി. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മൾ പലപ്പോഴും ഇതൊക്കെ ആസ്വദിക്കുന്നു. ഒന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയുന്നത് അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഇതിനകത്ത് മുരളി ഗോപി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ള സിനിമ, ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ എടുത്ത സമയത്ത് അത് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സിനിമയായിരുന്നു. വളരെ നല്ല ക്രിട്ടിസിസമായി. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യണം. സംഘപരിവാറിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. കാരണം ആരെയും ക്രിട്ടിസിസം എന്ന് പറയുന്നത് കറക്ഷനുള്ളൊരു വഴിയാണ്. പക്ഷെ ക്രിട്ടിസിസത്തിൻ്റെ ഈ നിയന്ത്രണ രേഖ എന്ന് പറയുന്നത് കൃത്യമായി അവർ പാലിച്ചില്ലെങ്കിൽ അതിന് ക്രിട്ടിസിസത്തിൻ്റെ യാതൊരു വിധമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ പറ്റിയ ഒരു പ്രശ്നം അത് തന്നെയായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇവർക്ക് അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അതിൻ്റെ മുരളി ഗോപി ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ
ഈ എന്താണ് ലെഫ്റ്റ് റൈറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ആ സിനിമയിൽ അദ്ദേഹം എടുത്ത ഒരു സ്റ്റാൻഡ് പൊളിറ്റിക്കൽ പാർട്ടിയെ എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പൊസിഷൻ അത് ഇതിൻ്റെ അകത്ത് അദ്ദേഹം എടുത്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം RSSുമായിട്ട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരാളായിട്ട് പലരും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം RSSനെ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അഭിമുഖത്തിൽ പറയുകയൊക്കെ ചെയ്യേണ്ടായി. ഇപ്പം എന്തായാലും ഇതിൻ്റെ അകത്തുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എമ്പുരാനെ കൊണ്ട് കേരളം മുഴുവനും ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിലവർ വിജയിച്ചു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അവർ പറയുന്നു ഞങ്ങളത് കൃത്യമായിട്ട് വെട്ടിമാറ്റുകയും ചെയ്യാം. പറഞ്ഞ കാര്യം ഞങ്ങൾ വെട്ടിമാറ്റി, പിന്നെ എന്താ പ്രശ്നം, അങ്ങനെ അത് അവസാനിച്ചു.